ഇനി നമുക്ക് പെർസെപ്ഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫിസിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, പിന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഉണ്ട്. സോ പെർസെപ്ഷൻ എന്തൊക്കെയാണ്? ഫിസിക്കൽ, ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്. ഓരോന്നായിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഫിസിക്കൽ ഫാക്ടേഴ്സ്. ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്മുടെ സെൻസറി സെൻസിറ്റിവിറ്റി, അതായത് നമ്മുടെ സെൻസറി ഓർഗൻസ് എത്ര ഷാർപ്പാണോ, സെൻസിറ്റിവിറ്റി എത്ര ഹൈ ആണ്. ചിലർക്ക് നമുക്ക് എന്താ പറയുക, വയസ്സാകും തോറും നമുക്ക് എന്താ പറയുന്നത്, എന്താ കേൾക്കുന്നത്, കാഴ്ച കുറയുന്നത്, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരും അല്ലേ? അങ്ങനെ ആകുമ്പോൾ എന്തായി? സെൻസിറ്റിവിറ്റി, നമ്മുടെ സെൻസറി ഓർഗൻസിന്റെ സെൻസിറ്റിവിറ്റി എന്തായി? കുറയുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയാ, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനും കുറയും അല്ലേ? നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഒത്തിരി സൗണ്ടിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കാൻ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്തായി? കുറഞ്ഞു. ഇൻഫർമേഷൻ കുറഞ്ഞാൽ നമ്മുടെ പെർസെപ്ഷനും മാറും. പിന്നെ എന്താണ്? ഹെൽത്ത് കണ്ടീഷൻ ഇൻഫെക്ട് ചെയ്യത്തില്ലേ? നമ്മളിപ്പോ വളരെ അലേർട്ട് ആയിട്ട്, നല്ല ഫ്രഷ് ആയിട്ട്, നല്ലൊരു രീതിയിൽ ഇരിക്കുന്ന, നല്ല പനി പിടിച്ച് നമ്മൾ ക്ലാസ്സിൽ പോയിരിക്കുന്ന രണ്ട് സമയത്തും നമ്മൾ കിട്ടുന്ന ഇൻഫർമേഷനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസം കാണും. പിന്നെ എന്താണുള്ളത്? എൻവയോൺമെന്റൽ ചേഞ്ചസ്. ചുറ്റുമുള്ള ലൈറ്റിംഗ് എങ്ങനെയാണ്, ടെമ്പറേച്ചർ എങ്ങനെയാണ്, വേറെ ഡിസ്ട്രാക്ഷൻസ് വരുന്നത് എന്തൊക്കെയാണ്, ഇതെല്ലാം എന്തിനെ ബാധിക്കും? നമ്മൾ ഉണ്ടാക്കുന്ന അണ്ടർസ്റ്റാൻഡിങ്ങിനെ അല്ലെങ്കിൽ നമ്മുടെ പെർസെപ്ഷനെ ബാധിക്കും. സോ ഇതാണ് ഫിസിക്കൽ ഫാക്ടേഴ്സ്. ഇനി ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫിസിക്കലും ഫിസിയോളജിക്കലും നമുക്ക് ഒരുമിച്ച് വേണമെങ്കിലും എഴുതാം. ഓക്കെ, സോ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് സെൻസറി ഓർഗൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, എത്ര നന്നായിട്ട് സെൻസറി ഓർഗൻസിന് നമുക്ക് എന്താ പറയാ, സിഗ്നൽസ് പെർസീവ് ചെയ്യാം, അല്ലെങ്കിൽ സിഗ്നൽസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, സെൻസേഷൻ ഉണ്ടാക്കാം എന്നുള്ളത് അഫക്ട് ചെയ്യും. പിന്നെ നെർവസ് സിസ്റ്റത്തിന്റെ ഹെൽത്ത് അഫക്ട് ചെയ്യും അല്ലേ? നമ്മുടെ നെർവസ് സിസ്റ്റം എത്ര ഫാസ്റ്റ് ആണോ, എത്ര എഫിഷ്യന്റ് ആണോ എന്നുള്ളത് എന്തിനെ അഫക്ട് ചെയ്യും? നമ്മുടെ പെർസെപ്ഷൻ ഉണ്ടാക്കുന്ന കാര്യത്തെ അഫക്ട് ചെയ്യും. പിന്നെ ബ്രെയിനിന്റെ ഫങ്ഷനിങ് അഫക്ട് ചെയ്യും. ഹോർമോണൽ ലെവൽസ്, നമ്മുടെ അറ്റൻഷൻ എത്ര ഉണ്ട്, നമ്മുടെ മൂഡ് എന്താണ്, ഓക്കെ, ഇത് അഫക്ട് ചെയ്യും. പിന്നെ എന്താണ്? നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ദ ഫിസിക്, അതായത് നമ്മൾ റെസ്റ്റ് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുവാണോ, അതോ ഓടിക്കളിച്ച് തളർന്നു വന്നിരിക്കുവാണോ, അങ്ങനെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് നമ്മുടെ ഒരു സ്വന്തം സ്റ്റേറ്റ്, ഇതും എന്തിനെ അഫക്ട് ചെയ്യും? നമ്മുടെ പെർസെപ്ഷനെ അഫക്ട് ചെയ്യും. സോ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സെൻസറി ഓർഗൻസ്, നെർവസ് സിസ്റ്റം, ബ്രെയിനിന്റെ ഫങ്ഷനിങ്, ഹോർമോണൽ ലെവൽസ്, പിന്നെ എന്താണ്? ഫാറ്റിഗ് ആൻഡ് റെസ്റ്റ്. ഇനി നമുക്ക് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അഫക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഉള്ളത്? പാസ്റ്റ് എക്സ്പീരിയൻസ്. നമുക്ക് മുന്നേ ഒരു ചീത്ത എക്സ്പീരിയൻസ് ഉള്ളതെങ്കിൽ നമ്മൾ പിന്നെ എന്താണ്, രണ്ടാമത് ആ ഒരു കാര്യം ചെയ്യാൻ എന്ത് ചെയ്യും? മടിക്കും അല്ലേ? കാരണം എന്താണ്? നമ്മുടെ പെർസെപ്ഷൻ, ആ ഒരു കാര്യത്തെ കുറിച്ച് നമ്മുടെ പെർസെപ്ഷൻ എന്താണ്? നെഗറ്റീവ് ആണ്. ഇപ്പൊ നമ്മളൊരു കടയിൽ കയറി ഒരു സാധനം എടുത്തു, എന്നിട്ട് ആ സാധനം നമുക്ക് നന്നായിട്ടും കിട്ടിയില്ല, നല്ല സാധനം അല്ലായിരുന്നു. ഓക്കെ, രണ്ടാമത് ആ കടയിൽ കയറാൻ എന്തായി? നമ്മൾ ആ കടയെ കുറിച്ച് ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കി വെച്ചു, നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നു, അവിടെ നല്ല സാധനം കിട്ടിയത്, നല്ല സാധനം അല്ല, നല്ല കടയല്ല അല്ലേ? അത് നമ്മുടെ പെർസെപ്ഷൻ. അപ്പൊ നമ്മുടെ പഴയ എക്സ്പീരിയൻസ് എന്ത് ചെയ്യും? പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ എന്താണ്? നമ്മുടെ എക്സ്പെക്ടേഷൻസ്. ഓക്കെ, വാട്ട് യു എക്സ്പെക്ട് ടു സീ ഓർ ഹിയർ ക്യാൻ ഇൻഫ്ലുവൻസ് വാട്ട് യു ആക്ച്വലി പെർസീവ്. നമുക്ക് എന്താ പറയാ, നമ്മളെ കളിയാക്കി പറയാറില്ലേ, കേൾക്കാനുള്ളത് എവിടെ ഇരുന്നാലും അവൻ കേൾക്കും എന്ന് പറയാം, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതെന്താ സംഭവം? നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ എന്താ പറയാ, നമുക്ക് അങ്ങനെ അങ്ങോട്ടൊരു ചായ്വ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് കേൾക്കാനും അത് പെർസീവ് ചെയ്യാനും ഉള്ള ചാൻസസ് നമുക്ക് കൂടുതലാണ്. ഓക്കെ, അത് നമ്മുടെ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ, നമുക്ക് അങ്ങനെയാ ചിന്തിക്കാൻ താല്പര്യം കൂടുതൽ. ഓക്കെ, അപ്പൊ എന്തായി? നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ താല്പര്യം കൂടുക, അങ്ങനെ ഒരു ഇൻഫർമേഷൻ വരുമ്പോൾ നമ്മൾ എന്തായി? പെട്ടെന്ന് അങ്ങനത്തെ ആ കൺക്ലൂഷനിലോട്ട് വരും. ഓക്കെ, പിന്നെ എന്താണ്? ഇമോഷൻസ്. യുവർ ഇമോഷണൽ സ്റ്റേറ്റ് ക്യാൻ കളർ യുവർ പെർസെപ്ഷൻ, മേക്കിംഗ് തിങ്സ് സീം ബെറ്റർ ഓർ വേഴ്സ് ദാൻ ദേ ആർ. നമ്മളിപ്പോൾ ഇമോഷണലി എന്താ പറയാ, ഇച്ചിരി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ, ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മളൊരു എക്സാമിന് തോറ്റുപോയി. ഇത് നമ്മളോട് പറയുന്നത് നമ്മളൊരു എന്താ പറയാ, എന്താ പറയുക, നല്ലൊരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണ്. ഓക്കെ, നല്ലൊരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണ് ഈ ന്യൂസ് വരുന്നതെങ്കിൽ നമ്മൾ ആ ന്യൂസിനെ എങ്ങനെ പെർസീവ് ചെയ്യും? ഓക്കെ, മീൻസ് ഇഷ്ടപ്പെടുമെന്നല്ല പറഞ്ഞത്, ഇഷ്ടമില്ല എന്നാലും ഓക്കെ ആണെന്ന് പറയും. പക്ഷെ എന്നാൽ നമ്മൾ ഇമോഷണലി വീക്ക് ആയിട്ടിരിക്കുകയാണ്, നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അതിന്റെ കൂടെ ഇതും കൂടെ വരികയാണ്, ഞാൻ എക്സാമിലും തോറ്റു എന്ന് പറയുമ്പോൾ എന്തായി? അതിന്റെ ഇമ്പാക്ട് എന്തായി? കൂടും. ഓക്കെ, സോ ഇമോഷൻസ് ക്യാൻ കളർ ദ പെർസെപ്ഷൻ. പിന്നെ എന്താണ്? മോട്ടിവേഷൻ. വാട്ട് യു വാണ്ട് ഓർ നീഡ് ക്യാൻ ഫോക്കസ് യുവർ അറ്റൻഷൻ ആൻഡ് അഫക്ട് വാട്ട് യു നോട്ടീസ്. ഓക്കെ, നമുക്കൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പെർസീവ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. ഓക്കെ,
പിന്നെ എന്താണ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിലീഫ്സ്. യുവർ ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് വിൽ ഫിൽറ്റർ how you perceive information, often align perception with your world view. അതായത് നമുക്ക് ഓൾറെഡി കുറച്ച് ആറ്റിറ്റ്യൂഡും ബിലീഫുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ ഫോം ചെയ്ത് നമ്മൾ ഒരു ആസ് എൻ ഇൻഡിവിജ്വൽ ഫോം ചെയ്ത് വരുമ്പോൾ നമ്മളെ ചുറ്റുമുള്ള എക്സ്പീരിയൻസ്, നമ്മൾ വളർന്നു വന്ന കൾച്ചർ, ഇതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അതനുസരിച്ച് നമുക്ക് കുറെ ബിലീഫ്സ്, നമുക്ക് ശരിയായ, നമുക്ക് നമ്മുടേതായ ശരികളും തെറ്റുകളും നമ്മുടേതായ ആറ്റിറ്റ്യൂഡ്സും ഉണ്ട് പല കാര്യങ്ങളെ കുറിച്ചും. ഇപ്പം ഒരു നമ്മളിപ്പം നോർത്തിലോട്ടൊക്കെ പോയാൽ കാണാം ചെറിയ ചെറിയ കുട്ടികൾ ഭിക്ഷ എടുക്കുന്നത്. അപ്പം ആ ഭിക്ഷ എടുക്കുന്നത് ശരിയെന്ന് മീൻസ് അവർക്ക് ഭിക്ഷ കൊടുക്കുന്നത് ശരിയെന്ന് വിചാരിക്കുന്നവരും ഉണ്ട്, തെറ്റെന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. അവർക്ക് അതിൻ്റെതായ റീസൺസും കാണും ഇങ്ങനെ വിചാരിക്കാൻ. കൊടുക്കണമെന്ന് വിചാരിക്കുന്നവർക്കും അവരുടെ റീസൺസ് ഉണ്ട്, കൊടുക്കരുതെന്ന് വിചാരിക്കുന്നവർക്കും അവരുടെ റീസൺസ് ഉണ്ട്. അവർ ചീത്ത മനുഷ്യരായോണ്ടാവില്ല കൊടുക്കാത്തത്, അവർക്ക് അവരുടേതായ വേറൊരു പെർസെപ്ഷൻ ഉണ്ടാവും. ഓക്കെ, സോ നമ്മുടെ ആറ്റിറ്റ്യൂഡ്സും നമ്മുടെ ബിലീഫ്സും ഒക്കെ എന്ത് ചെയ്യും, ഈ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, ഇനി എന്താണ് എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്. അത് നമ്മൾ നേരത്തെയും ഡിസ്കസ് ചെയ്ത്. എന്താണ് നമ്മൾ വരുന്ന കൾച്ചർ, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി, ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, ഇതെല്ലാം എന്ത് ചെയ്യും, നമ്മൾ ഒരു കാര്യം പെർസീവ് ചെയ്യുന്നതിനെ ബാധിക്കും. നമ്മൾ എങ്ങനെയാണോ അത് പെർസീവ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ട് വരും. ഓക്കെ, സോ ഇതാണ് പെർസെപ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്.